ഞാൻ ഡയറക്ടർ ആവാനാണ് ആഗ്രഹിച്ചിരുന്നത്. അതിൻ്റെ ആ ജേണിയുടെ ഇടയിൽ ഒന്ന് ആക്സിഡൻ്റലി ആക്ടറായി മാറിയതാണ്. അപ്പോൾ ഇത് സംവിധാനം ചെയ്യാൻ ഇത്രയും സമയമെടുത്തു എന്നുള്ളത് കുറച്ച് പണികളുടെ തിരക്കിലായി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഞാൻ പിന്നണിയിൽ തന്നെയായിരുന്നു കുറച്ച് കാലങ്ങളായിട്ടുണ്ടായിരുന്നത്. അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടും കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടും ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടും ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഡയറക്ടർ എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. IFFKയിലും പെണ്ണും പൊറാട്ടിനും നല്ല ഗൈഡുകളാണ് കിട്ടിയത്. IFFKയിലും അതേപോലെ നിറഞ്ഞ കാണികളാണ് സിനിമയ്ക്ക് കിട്ടുന്നത്. ഈ സിനിമയ്ക്ക് ഫെസ്റ്റിവൽ വേദികളിൽ കിട്ടുന്ന സ്വീകാര്യത എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങളിത് തീർത്തും ഇത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു സിനിമയല്ല. അതിൻ്റെ ഒരു ഭയങ്കര ലൗഡായിട്ടുള്ളൊരു സിനിമയാണ്. ഭയങ്കര ലൗഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന, ഇതിൻ്റെ പൊളിറ്റിക്സൊക്കെ കുറച്ച് ലൗഡായിട്ടുള്ള ഒരു സിനിമയാണിത്. അപ്പോൾ ഇതിനെ ഫെസ്റ്റിവൽ വേദിയിലേക്ക് ഞങ്ങൾക്ക് ആഗ്രഹങ്ങളില്ലാതിരുന്നിട്ടൊന്നുമില്ല. പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രചോദനമായത് ടൊവിനോയെ ഇതിൻ്റെ ഒരു ശബ്ദം കൊടുത്തിരിക്കുന്നത് ടൊവിനോയാണ്, നമ്മളുടെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ശബ്ദം. അപ്പോൾ ടൊവിനോയെ ഈ പടം കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്നു. മൊത്തം സിനിമയും ടൊവിനോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ടൊവിനോ പറഞ്ഞു, ഇതിനൊരു നിങ്ങൾ എല്ലാ ഫെസ്റ്റിവലിലേക്കും കൂടി അയക്കണം ഈ സിനിമ എന്ന് ടൊവിനോ പറഞ്ഞതിൻ്റെ ബേസിലാണ് ആക്ച്വലി ഫെസ്റ്റിവലുകൾക്ക് അയച്ചു തുടങ്ങിയത്. അപ്പോൾ ഇത് നമ്മൾക്കൊരു സ്വപ്നസമ്മാനമായിട്ടുള്ളൊരു സ്ഥലമാണ്. IFFKയിലേക്ക് ഇതിനെ മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ ഇതിനെ സെലക്ട് ചെയ്തത് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഞാൻ മീഡിയ സെൻറ്ററിൽ വർക്ക് ചെയ്ത് തുടങ്ങിയതാണ് IFFK വേദികളിൽ. അത് കഴിഞ്ഞിട്ട് ഫിലിം പ്രൊഫഷണലായിട്ട് വന്നു. ഇപ്പോൾ ഈ IFFKയിൽ ഞാൻ ഗസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ആദ്യത്തെ പടം IFFKയിൽ കാണിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ആണ് കാണുന്നത്. സിനിമയിൽ പുതുമുഖ അഭിനേതാക്കളും മൃഗങ്ങളും ആണ് പ്രധാന കേന്ദ്ര കഥാപാത്രങ്ങൾ. കേന്ദ്ര കഥാപാത്രം സുട്ടു എന്ന് പറയുന്നൊരു നായയായിരുന്നു. എങ്ങനെയാണ് സുട്ടുവിനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്? ഒരു നായയാണ് ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രം. അപ്പോൾ സുട്ടു ഞങ്ങൾ പല പല ബ്രീഡുകളെയും പരിപാടികളെയൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ഡാൽമേഷ്യൻ ആയിട്ടുള്ള ഒരു ആള് വന്നു. അപ്പോൾ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് കുറച്ചും കൂടി ഗുണപ്രദമാവും സിനിമയ്ക്ക് എന്ന് വിചാരിച്ചു. പിന്നെ പിന്നെ ഒരു 3 മാസം പ്രായമാകുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കണക്റ്റായി സുട്ടുമായിട്ട് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ. അപ്പോൾ ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്, ഭയങ്കര പാവം ഒരു നായയാണ്. അപ്പം അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ വേറൊരു ഓപ്ഷനിലേക്ക് ആലോചിച്ചില്ല. അങ്ങനെയാണ് സുട്ടു ഈ സിനിമയിലേക്ക് വരുന്നത്. അതുപോലെ സിനിമയിലെ പ്രകടനങ്ങൾക്കെല്ലാം മികച്ച കൈയടികളാണ് ഇട്ടിരിക്കുന്നത്. അത് ഭൂരിഭാഗം ആൾക്കാരും പുതുമുഖങ്ങൾ കൂടിയാണ്. എങ്ങനെയാണ് അവരെ കണ്ടെത്തിയതും സിനിമയിലേക്ക് കൊണ്ടുവന്നത്? നമുക്ക് ഞങ്ങളുടെ കാസ്റ്റിംഗ് പ്രോസസ്സ് ഭയങ്കര വലിയൊരു പ്രോസസ്സായിരുന്നു. ആക്ച്വലി കാസ്റ്റിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും സമയമെടുത്തിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് പാലക്കാട് നഗരങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും വണ്ടി ഓടിച്ച് മൈക്ക് വെച്ച് വിളിച്ച് പറഞ്ഞ് ആൾക്കാരെ സെലക്ട് ചെയ്തതാണ് ഈ സിനിമയുടെ കാസ്റ്റിംഗ് പ്രോസസ്. അപ്പോൾ പലരും ഇതിൽ സിനിമകൾ തന്നെ അധികം കാണാത്ത ആൾക്കാർ വരെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ അഭിനയിച്ചവരിൽ. എല്ലാ നാട്ടുകാരാണ്, നാട്ടിലെ സാധാരണ ജനങ്ങളാണ്. ഇപ്പോൾ തൊഴിലുറപ്പിന് പോകുന്നതിൻ്റെ ഇടയിൽ പിടിച്ചു കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. പിന്നെ അഭിനയിക്കാൻ അവസാന നിമിഷം എനിക്ക് അഭിനയിക്കണ്ട എന്ന് പറഞ്ഞ് മാറി എന്നിട്ട് വീട്ടിൽ പോയി കൊണ്ടുവന്ന ആൾക്കാരുണ്ട് ഇതിൽ. പിന്നെ പാട്ട് ഞങ്ങളെ പാടി കേൾപ്പിക്കാൻ വന്നവരെ നിങ്ങൾ സിനിമയിലേക്ക് നിങ്ങളും വേണം സിനിമയിലേക്ക് എന്ന് പറഞ്ഞ് പിടിച്ച് കയറ്റിയവരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ആ നാട്ടിലെ കൾച്ചറിൽ ജീവിച്ച് വരുന്ന ഒരുപാട് ആൾക്കാരെ സിനിമയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ആ സിനിമയുടെ ഒരു എനർജി ഇങ്ങനെ നിലനിർത്താൻ കാരണം എന്നാണ് വിചാരിക്കുന്നത്. സിനിമയുടെ കഥയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? പട്ടറ എന്ന് പറയുന്ന ഗ്രാമവും ഒരു ആക്ഷേപഹാസ്യ രീതിയിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. ആ ഗ്രാമവും ആ ഗ്രാമത്തിലെ കഥയിലേക്കൊക്കെ എങ്ങനെയാണ് എത്തിയത്? ഇത് ആക്ച്വലി ഒരു സറിയൽ കഥയാണ്, സിനിമയാണ്. എൻ്റെ സുഹൃത്തും ഞാനും, സുഹൃത്തായ രവിശങ്കർ, ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ രവിശങ്കറാണ്. അപ്പോൾ രവിശങ്കറും ഞാനും ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു രവിക്കൊരു നായ ഉണ്ടായിരുന്നു. പിന്നെ
അവനെക്കുറിച്ച് ആലോചിച്ചിട്ടൊക്കെ എന്നെ ഒരു ഡോഗ് ലവറാക്കി മാറ്റിയത് ആ നായയാണ്, അവനാണ്. അപ്പോൾ അവനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയപ്പോഴാണ് ഈ കഥയുടെ ബേസ് തൊട്ട് വരുന്നത്. പിന്നെ ഈ സിനിമ സംസാരിക്കുന്ന ഒരു നാട്ടുകാരുടെ കയോസ് ഉണ്ടാക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഇൻസിഡൻ്റാണ്. ആ ഇൻസിഡൻറ്റ് മൂലം ഞങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കയോസാണ് ഈ സിനിമയുടെ വേറെ. ഈ രണ്ട് എലമെൻറ്റുകളും ഒരുമിച്ച് വരുമ്പോൾ അത് ഇപ്പോൾ ഈ നിലനിൽക്കുന്ന ഈ സിനിമയായിട്ട് മാറിയതാണ്. അത് പ്രൊഡക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു നല്ലൊരു പ്രൊഡക്ഷൻ ബാനർ നമുക്ക് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഇത്രയും പുതുമുഖങ്ങളെ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് അവർക്ക് നമ്മളിലുള്ള ഒരു വിശ്വാസം കൊണ്ട് ഈ സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അടുത്ത മാസം സിനിമ കൊമേഴ്ഷ്യലി റിലീസ് ആവാണ്. അപ്പോൾ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഇവിടെ കണ്ട ആൾക്കാർ സിനിമേനെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്നവരാണ്. അവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഇത് ഇവിടെ കാണുന്ന സിനിമകളിൽ നിന്നും IFFK വേദികളിൽ കാണുന്ന സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചധികം ലൗഡായിട്ടുള്ളൊരു സിനിമയാണ്. കുറച്ചധികം മ്യൂസിക്കലാണ്, കുറച്ചധികം പെർഫോമൻസുകളിലും ലൗഡ്നെസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു സിനിമയാണ് ഇത്. ആക്ച്വലി ഞങ്ങളിത് തിയേറ്ററിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്, അതിന് വേണ്ടിയിട്ടാണ് സൗണ്ട് ചെയ്തിട്ടുള്ളത്, അതിന് വേണ്ടിയിട്ടാണ് മൊത്തം വർക്കും ചെയ്തിട്ടുള്ളത്. അത് ആ സിനിമ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നു, അത് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് പരിപൂർണ വിശ്വാസമുണ്ട്. അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.